ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് പിസയാണ്. നേരത്തെ ഞാനൊരു വെജ് പിസയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൽ ചീസ് കുറച്ചുകൂടെ മെൽറ്റാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചീസാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ആ ചീസ് അതുകൊണ്ട് കുറച്ച് മെൽറ്റാവാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ ആ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു ഒരു കപ്പും ഒരു കപ്പിൻ്റെ 1/4 ഭാഗവും കൂടെ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. ഇതാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ്, ഇത് മാവ് കുഴയ്ക്കാനുള്ള ഈസ്റ്റ് നമുക്ക് ഇട്ട് കലക്കാം, മിക്സ് ചെയ്യാമേ. ഇത് ഞാൻ ഇനി ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക്. ഇത് ഈ സ്പൂണിൻ്റെ ഇത് ഞാൻ ഒരു 1/4 ഭാഗം അത്ര ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈസ്റ്റ്. ഇനി അടുത്തത് ഒരു സ്പൂൺ പഞ്ചസാര, ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഇത്രയും പഞ്ചസാര ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത്. ഇതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത്ര ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ഇതിലേക്ക് ഞാൻ കുഴക്കാൻ ഇതിന് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഈ മൈദയല്ലേ, അപ്പം നമ്മൾ കുഴക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ ഇതിനൊരു 1/4 ഭാഗമുണ്ട്, ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒറിഗാനോ സീസണിങ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇതിനകത്ത് ഈ സ്പൂണിൻ്റെ ഒരു സ്പൂണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഉണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് ഞാൻ 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, മാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി കട്ടിയായിട്ട് ഒരു തിക്കായിട്ട് പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയാണ് ഒരു പിസയ്ക്കുള്ള മാവാണത്. നിങ്ങൾക്ക് തീരെ തിന്നായിട്ട് ഉണ്ടാക്കണം അങ്ങനെയാണ് വേണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം മാവ്. ഈ മാവ് നമ്മൾ കുഴച്ച് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇത് മാവ് നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ബാക്കിയൂടെ ഒഴിച്ചു കൊടുക്കണം അതിനകത്ത്.
ഞാനിത് സൺഫ്ലവർ ഓയിലൂടെയാണ് ഒഴിച്ചത്, അതുകൊണ്ട് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കും. അന്നേരം കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കത്തില്ല മൈദ ആയതുകൊണ്ട്. ഇതൊരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ ഒന്ന് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആവണം. കയ്യിലൊക്കെ പറ്റി പിടിക്കാൻ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുത്താൽ മതി. കുറച്ച് ഓയിലും കൂടെ. ഇത് ഞാൻ ഓവനിലാണ് വയ്ക്കുന്നത്. ഗ്യാസിലും വയ്ക്കാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ചാൽ മതി. ഓവനിലാണ് ഒരു 10 മുതൽ ഒരു 12 മിനിറ്റ് വരെ ടൈം, അത്രയും മതിയേ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലും കൂടെ പുരട്ടി കൊടുക്കുകയാണ്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് ഡ്രൈ ആവും. 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനേ, മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കുകയാണ്. പുറത്ത് കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് മൈദ ആയതുകൊണ്ട് ചിലപ്പോൾ. ഇനി ഒരു 2 മണിക്കൂർ ഒന്ന് വയ്ക്കുകയാണ്. 1.5 മുതൽ 2 മണിക്കൂർ. പിസ്സ ഡോ നല്ലതായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് പരത്താം. ഇത് നല്ലതായിട്ട് വായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ ട്രേയിലേക്ക്, ഇത് പിസ്സ ട്രേ ആണ്, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഈ ട്രേയിലേക്ക് പരത്തി കൊടുക്കുവാണ്. ഇത് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ട്രേയിൽ. അപ്പോൾ ഇതിലോട്ട് ഞാൻ പരത്തി കൊടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. കൈ കുറച്ച് എണ്ണ പരട്ടി കൊടുത്താൽ മതി. അന്നേരം മൈദ ആയതുകൊണ്ട്.
ഇതിലേക്ക് ഞാൻ ഈ പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഈ പിസ്സ സോസ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്ത് കാണിക്കാം നിങ്ങൾ. ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കണം. ഈ പിസ്സ സോസ് ഇത് നല്ലതായിട്ട് പുരട്ടി കൊടുക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇനി ഈ ചീസ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ചീസ് ഇത് ഒരു സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ചീസ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇട്ടതാ, ഇനി ഇത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന സവാള. എൻ്റെ ഇത്രയും വെജിറ്റബിളേ ഉള്ളൂ. എനിക്ക് ബ്ലാക്ക് ഒലിവ്സ് ഒക്കെ ഇട്ടാലും ഒന്നുകൂടെ ടേസ്റ്റാണ്. അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് ഓവനിലാണ് വയ്ക്കുന്നത്. ഓവനിൽ 10 മിനിറ്റ് മതിയേ. 10 തൊട്ട് 12 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു സ്ലൈസ് ചീസ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒറിഗാനോ സീസണിങ് ഇതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം 10 മിനിറ്റ്സ്. വെജിറ്റബിൾ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.